ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധി എന്നത് തുറന്ന സംസാരമാണ്. അത് ധീരതയാണ്. അതെ, ധീരത. നിങ്ങൾ ധീരരാണോ? ചിന്തിച്ചു നിൽക്കണ്ട, ധീരരായിരിക്കണം. കാരണം ഭയപ്പെടരുതെന്നും ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും യേശു തന്നെ നമ്മോട് പ്രസന്നതയോടും നിർക്കശയോടും കൂടെ പറയുന്നുണ്ട്. ധൈര്യം, ആവേശം, തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, ശ്ലൈഹിക തീക്ഷ്ണത എന്നിവയെല്ലാം ധീരതയാണ്. ഭഴീഷ, അതായത് ധീരത, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ്. യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി സ്ലീഹന്മാരെ ഉത്തേജിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ധീരത നാം എല്ലാവരും ബൈബിളിലൂടെ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ദൈവത്തോടും മറ്റുള്ളവരോടും തുറവിയുള്ള ഒരു ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും ധീരത എന്ന വാക്കുപയോഗിക്കുന്നു. പലപ്പോഴും നാം നമ്മുടെ സുരക്ഷിത സുഖമേഖലകളുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിക്കൂടാറുണ്ടല്ലേ? എന്നാൽ അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അവിടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം അവിടത്തേക്കായുള്ള സേവനത്തിനായി ചിലവഴിക്കാൻ അവിടെ നിന്ന് കൽപ്പിക്കുന്നു. യേശുവിലേക്ക് നോക്കുക. പ്രസംഗിക്കാനായി പുറത്തേക്ക് പോകാനും സുഖപ്പെടുത്തലിൻ്റെയും വിമോചനത്തിൻ്റെയും ദൗത്യത്തിനായി മറ്റുള്ളവരെ പറഞ്ഞയക്കാനും അവിടുത്തെ പ്രേരിപ്പിച്ചത് അവിടുത്തെ അനുകമ്പയായിരുന്നു. തുറവിയും അപ്പോസ്തലിക ധീരതയും മിഷന്റെ ഭാഗമാണ്. നമുക്കും നമ്മുടെ ദൗർബല്യത്തെ അംഗീകരിക്കാം, പക്ഷെ അത് കരങ്ങളിലെടുക്കാനും നമ്മെ ദൗത്യത്തിനെ അയക്കാനും യേശുവിനെ അനുവദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.